ആ രംഗം കണ്ട ഉണ്ടല്ലോ, ഹൃദയം പൊടിഞ്ഞു പോവും. അപ്പോഴാ നിലയില്ലാത്ത ആ രംഗം കണ്ട അത് ഏത് അമ്മമാരായാലും ശരിയാണ്. 10 മാസം കഴിഞ്ഞ ഏതൊരു അമ്മമാരായാലും പറയും ഏവൻ ചെയ്തതേ പറയുള്ളൂ. അവിടെ ചെന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞ് ആള് പോയി തീർന്നു. എനിക്ക് തന്ന ശിശയാണ് എനിക്ക്. ഞാൻ എല്ലാവരും സ്നേഹിച്ച എൻ്റെ ശിശ. 20 വയസ്സുള്ളപ്പോൾ നിശ്ചയം ഉറപ്പിച്ചു വെച്ച ചെറുപ്പക്കാരനോടൊപ്പം വീട്ടുകാരുടെ അനുവാദമില്ലാതെ ഇറങ്ങിപ്പോക്ക്. 4 വർഷം വീട്ടുകാരുമായി ബന്ധമില്ല. 1 വർഷത്തിന് മുമ്പ് വീട്ടുകാരുമായി വീണ്ടും സന്ധിക്കൽ. അത് കഴിഞ്ഞ് ശ്രീവിദ്യക്ക് എന്താണ് സംഭവിച്ചത്? ഇതിനുമായിട്ട് മോളെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? വിവാഹം കഴിച്ചു കൊടുത്തില്ലേ? കഴിച്ചു കൊടുക്കുന്നല്ല, ചിങ്ങ 6-ാം തീയതി നമ്മൾ ഉറപ്പിച്ചെങ്കിലും ഒരു ഞായറാഴ്ച അങ്ങോട്ട് പോയി, പിന്നെ ഒരു ഞായറാഴ്ച ഇങ്ങോട്ട് വന്ന്. ഞാൻ ഗൾഫിലായിരുന്നു, സൗദിയിലായിരുന്നു. 5 വർഷം കൊണ്ട് അവിടെ ഇരുന്നു. 2 വർഷമായപ്പോൾ വന്നിട്ട് പിന്നെ പോയി 3 വർഷം കൂടെ നിന്നു. അപ്പോൾ പിന്നെ നിശ്ചയം കഴിഞ്ഞിട്ട് 7 മാസമായി. 6 മാസം കഴിഞ്ഞ് അവർ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് പറഞ്ഞപ്പോൾ 1 മാസത്തിനാകുമ്പോൾ ഇനിയിപ്പോൾ തന്നെ ചിങ്ങത്തിലെ കല്യാണമുള്ളൂ. അങ്ങനെ വാക്കൊക്കെ ഉറപ്പിക്കാൻ, ജാതകം കുറിക്കാൻ പോണതിൻ്റെ തലേ ദിവസം വന്ന് ഇവിടെ ഒന്ന് വിളിച്ചോണ്ട് കൊച്ചിനെ വിളിക്കണം, വാ മോളെ നമുക്ക് ഇറങ്ങിപ്പോവാം, കൊച്ചിനെ വിളിക്കണമെന്ന്. ഞങ്ങളുടെ അടുത്തൊരു വാക്ക് ചോദിക്കാതെ മോൾ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? ഇവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. കല്യാണം എന്തായാലും സമ്മതിച്ച് ഉറപ്പിച്ച് എന്തെങ്കിലും കൊടുത്ത് മോളെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം. അമ്മ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടു കൊണ്ടുവന്നു. എന്നിട്ട് പോയതുകൊണ്ട് ഞാൻ അവക്ക് വേണ്ടി ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. അങ്ങനെ എത്ര വർഷം പിന്നെ ബന്ധമില്ലായിരുന്നു മോളുടെ അടുത്തും? 3 വർഷം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പം ഏറ്റവും അവസാനം നിങ്ങൾ യോജിച്ചത്? അത് ഈ കുഞ്ഞായതിനു ശേഷം മോളെ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ കയറ്റി. നിങ്ങൾ വിളിക്കാതെ അവൾ സ്വയമായിട്ട് വന്ന് കയറ്റി. ഞങ്ങൾ ഇവിടെ വന്ന് സന്തോഷമായിട്ട്. മരുമോനും ഒക്കെ ഉണ്ടായിരുന്നു? മരുമോ ഇല്ലായിരുന്നു വന്നപ്പം. അതിനുശേഷം പിന്നെ മരുമോനായിട്ട് സഹകരണമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മരുമോൻ വന്ന് മരുമോനായിട്ട് സഹകരണം. ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചത്? ഏറ്റവും ഒടുവിൽ ഈ കേസൊക്കെ ആയി, അതൊക്കെ ഒരുവിധമായി ഒത്തീർപ്പാക്കിയൊക്കെ വിട്ടതിന് ശേഷം 6 ദിവസം ഇവിടെ നിന്ന് മോള്. ഏഴിൻ്റെ അങ്ങ് പോയി. രാത്രി വിളിച്ചുകൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ മോളിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് ആഹാരം കഴിച്ച് പെരുന്നാളിന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി മേലത്തെ വീട്ടിൽ നിന്ന് തന്ന്. അത് അവളും കഴിച്ച് കുഞ്ഞും കഴിച്ച്. രാത്രി അവന് 5 മണിയായപ്പം പോയി. രാവിലെ 9 മണിയായപ്പോൾ വന്നിട്ട് 5 മണിയായപ്പോൾ ബിരിയാണിയും കൊണ്ടാണ് പോയത്. പിറ്റേന്ന് രാവിലെ വിളിച്ചവൻ പറഞ്ഞ് അമ്മക്ക് ഈ വീട്ടിൽ കിടക്കാൻ വയ്യമ്മ, ഈ വീട്ടിൽ അവർ ഭയങ്കര ചൂടമ്മ ഇതൊക്കെ പറയുമ്മ, കണ്ടില്ലെന്നൊക്കെ പറയുമ്മ. അങ്ങനെ ഇവിടെ അടുത്തൊരു വീട് നോക്കിയെടുക്കുകയായിരുന്നു. ആ വീട് ചോദിച്ചില്ലമ്മ. ഞാൻ പറഞ്ഞു മക്കളെ ഈ മാസം 30-ാം തീയതി വെച്ച് നമുക്ക് താമസമാവാം. അത് അവർ പിന്നെ ഒന്ന് വെള്ളം അടിച്ചെടുത്ത് റൂം ഒന്ന് കഴിയാൽ മതി, എല്ലാം ഓക്കെ ആയി. ഈ മാസം ഒരാഴ്ചയ്ക്ക് വെച്ചാൽ അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. 2000 രൂപ അവർ ഇതും പറഞ്ഞു വാടക ഓന്നും പറഞ്ഞിട്ട് നിന്നിട്ട് ഒരു 1:30-2 മണിയായപ്പോൾ മരുമൻ വിളിക്കണം, അമ്മ പെട്ടെന്ന് വാമ, പിന്നെ ചിന്നു ബോധമില്ലാതെ വീണെന്ന്. ഞങ്ങളുടെ എന്തൊരു എന്തൊരു കാര്യമെന്ന് വെച്ച് പറഞ്ഞു. അമ്മ എത്രയും പെട്ടെന്ന് വന്നേക്കോളെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഓടി അരിച്ച് അങ്ങ് എത്തിയില്ല. വീടിൻ്റെ തലയ്ക്ക് എത്തിയപ്പോൾ മരുമൻ വിളിച്ചു പറഞ്ഞ് അമ്മ ഇവിടെ എന്തിനാ കാണിച്ചിട്ടിരിക്കണം, അമ്മ ചിന്നു കയറി തൂങ്ങിയമ്മ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ കൊച്ചി കട്ടിലേക്ക് കിടക്കണത് മാത്രം ഓർമ്മയുണ്ട്. ഞാനും അനിയത്തിയുടെ കുട്ടിയും കൂടെയാണ് പോയത്. കൊച്ചി കട്ടിലേക്ക് കിടക്കുന്നതായിട്ടാണ്. ഞാൻ പറഞ്ഞ് വെള്ളം കൊടുക്കാൻ പോകുമ്പോൾ വെള്ളം കൊടുത്തുവിടമ്മ. അങ്ങനെ അനിയത്തിയുടെ കൊച്ചി തന്നെ വെള്ളം കുടഞ്ഞു മുഖത്ത്. നാട്ടുകാരാരുമില്ല. ഞാനും എൻ്റെ ഈ പെങ്കൊച്ചും ഉണ്ട്, അവനും അവളും. ഈ കൊച്ചു ഭയങ്കര കരച്ചില്, എഴിയമ്മ എന്നോട് ഭയങ്കര കരച്ചിൽ. കട്ടിൽ കിടക്കണ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതിന്റെ ഒരു ദിവസത്തിന് മുമ്പ് പിന്നെ ബർത്ത്ഡേയോ ഒക്കെ ബർത്ത്ഡേക്ക് ആഘോഷിച്ച്. ആരെ ബർത്ത്ഡേ ആയിരുന്നു? ആ കുഞ്ഞിന്റെ 2 വയസ്സായി കുഞ്ഞിന്. അത് നിങ്ങളെല്ലാം പോയി? നമ്മളെല്ലാരും പോയി. വലിയ കാര്യം തന്നെയായിരുന്നു. അന്ന് പോലും കുഴപ്പമില്ല. പിറ്റേന്ന് ഇവിടെ വരികയും ചെയ്തു മോള്. അത് കഴിഞ്ഞ് ഈ മരിക്കുന്നതിനൊന്ന് രാവിലെ വിളിച്ചിരുന്നു? അന്ന് മാത്രമേ വന്നില്ല. അന്ന് വിളിച്ചിട്ടാണ് ഇത് കാര്യം പറഞ്ഞത്. അത് വീട്ടിന്റെ വാടകക്കാരെ നമുക്ക് ഈ മാസത്തിൽ പോകാൻ പറ്റുമെന്ന് അന്ന് ചോദിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറയുകയും ചെയ്തു. ഈ മാസം 30-ാം തീയതി വെച്ച് നിങ്ങൾ താമസമാവാന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ചോറുമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരുന്നപ്പം മരുമോൻ്റെ വിളി വരണം, പെട്ടെന്ന് വാ അമ്മ ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി കിട്ടിയിരുന്നു, ചിന്നു ബോധമില്ല. ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നപ്പോൾ കട്ടിലിൽ കിടക്കുന്നു മോള്. ആ പോക്കിനെ എടുത്തോണ്ട് പോയി. അപ്പോൾ ഈ അനിയത്തിൻ്റെ കൊച്ചു നേഴ്സിന് പഠിക്കുകയാണ്. അത് ഇങ്ങനെയൊക്കെ തട്ടി നെഞ്ചിലൊക്കെ തട്ടി ഇങ്ങനൊരു സൗണ്ട് കേട്ടോ എൻ്റെ മോള. ആ സൗണ്ട് കേട്ടതും പിന്നെ അപ്പോഴും തന്നെ അവർ വണ്ടി വിളി എന്ന് പറഞ്ഞു. അവർ ആംബുലൻസിനെ വിളിച്ച് ഇനി എടുത്ത് വണ്ടിയിലിട്ട് ഞാനും എൻ്റെ മോനും കൂടെയാണ് ആശുപത്രിയിൽ പോയത്. മരുമോനും ഉണ്ടായിരുന്നു. അവിടെ ചെന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞ് ആള് പോയി തീർന്നു പറഞ്ഞു.
ഇന്നും ഇതേ കണക്ക് തൂങ്ങിയെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു തൂങ്ങി എങ്കിൽ പെണ്ണിന് അങ്ങോട്ട് ചെല്ലട്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ആ രംഗം കണ്ടുണ്ടല്ലോ ഹൃദയം പൊടിഞ്ഞു പോകും. അപ്പോഴാ ആ നിലയില്ലാത്ത ആ രംഗം കണ്ട അത് ഏത് അമ്മമാരായാലും ശരി തന്നെ. 10 മാസം കഴിഞ്ഞ ഏതൊരു അമ്മമാരായാലും പറയും ഏവൻ ചെയ്തതേ പറയുള്ളൂ. പക്ഷെ അപ്പം അത്രയും ഇതുവരെ നമ്മളെ മനസ്സിൽ ഇയാൾ ഇനി എന്തെങ്കിലും ചെയ്തതാണോ ഏതാണോ എന്നുള്ളവർ അംഗം കൊണ്ട് നമ്മളങ്ങ് പറഞ്ഞു പോയി. ഇനിയിപ്പം എന്തിരിയാൻ പറ്റും? എൻ്റെ കൊച്ചി ഇനി ഒരിക്കലും വരൂല സാറേ, ഒരിക്കലും വരൂല. ആ പൊടി പാലവന് തള്ളയില്ല. എത്ര അച്ഛന്മാരുണ്ടെങ്കിൽ അമ്മ ഒന്നേ ഉള്ളു, ഒരമ്മേ ഉള്ളു. ഇപ്പം ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കൊച്ചിക്ക് ഇതാവും, എൻ്റെ ഭർത്താവിന് വേറെ ഭാര്യ കിട്ടും. പക്ഷെ എൻ്റെ കൊച്ചിന് അമ്മ കിട്ടൂലല്ലോ ഒരിക്കലും. അതേ കണക്കന്നെ ആ പൊടി പാലവന്. ഇന്ന് രാവിലെ ആ കൊച്ച് ആ കട്ടിലിൽ കിടന്നിട്ട് പറഞ്ഞതാണ്, അമ്മാമ്മ ഇതാ കിടക്കിട്. അപ്പേനടുത്ത് ഞാനും കിടക്കണമെന്ന് പറഞ്ഞാണ് ആ കൊച്ച്. അല്ലെങ്കിൽ അവളെ പറയാത്തത്, കുഞ്ഞമ്മ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റൂല, നിങ്ങളെ കൂടെ ഞാനും കൂടെ വന്ന് ജീവിക്കട്ടെ, നിങ്ങൾ എന്നൊരു വാക്ക് പറയാത്തെന്ത്? എനിക്ക് ഇങ്ങനെ വേണ്ട, എനിക്ക് ഭർത്താവില്ലാതെ ഞാൻ ജീവിച്ചോളാം എന്ന് പറയാത്തെന്ത്? ഇപ്പം പോലീസുകാർ പറയുന്നത് ഇവനെ 3-4 പ്രാവശ്യം വിളിച്ചെന്നാ കോള് വിളിച്ചെന്നൊക്കെ പറയണം. ഞാൻ മരിക്കാൻ പോവേണ്, നിങ്ങൾ എന്നെ കാണൂല, പിന്നെ നിങ്ങളെ കൊച്ചിനെ ഞാൻ ഒന്നും ചെയ്യൂല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇനി ഇതിൽ കൂടുതൽ നമ്മൾ എന്തെന്ന് പറയട്ട്? പിന്നെ ഇത്രയും ഇത് പ്രശ്നം ഉണ്ടാവാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യവും കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ യവന് കൊണ്ടു കൊടുത്ത കട്ടൻ ചായ അമ്മാവി എടുത്ത് കുടിച്ച്. അതാണ് ഇവർ പറയണ ഏതു നിങ്ങൾ എന്തിനു കുടിച്ചത്? എൻ്റെ ഭർത്താവിന് കൊണ്ടുവന്ന് എല്ലി ആ വെള്ളം നിങ്ങൾ എന്തിനു കുടിച്ചെന്നാണ് ചോദിച്ചതിൻ്റെ ആ വഴക്കെന്നാണ് അവർ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അവർ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അറിയാവൂ, അല്ലാതെ ഒരു കാര്യം പറഞ്ഞു. അന്നത്തെ ആത്മഹത്യക്ക് ശ്രമിച്ചത് അന്നത്തെ ജീവനെതിരെയാണ് വീട്ടുകാർ, ശ്രീവിദ്യയുടെ വീട്ടുകാർ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. എന്താണ് സത്യാവസ്ഥ? സത്യാവസ്ഥ നമ്മൾ തമ്മിലിപ്പോൾ ഇടയ്ക്ക് ചെറിയൊരു വിഷയമായിരുന്നു. അതൊരു കൊച്ചു വിഷയമാണ്. എനിക്കിട്ടച്ച വെറുതെ എൻ്റെ അമ്മ എടുത്ത് കുടിച്ചെന്നും പറഞ്ഞ് അവളെ ആ വീട്ടിൽ വിഷം ഉണ്ടാക്കി. അന്നേരം കുടുംബമായിട്ട് നിൽക്കുന്നു, അച്ഛന്മാരെ വിട്ട് നിൽക്കുന്നു. കുടുംബങ്ങളല്ല, ഈ വാടക അച്ഛന്മാർ താമസിക്കുന്നത്. അവിടെ സമയത്താണ് വിഷം ഉണ്ടാകണം. ഞാൻ അങ്ങനെ പറഞ്ഞ് നീ പോകണമെങ്കിൽ നീ പോ, ഞാൻ അവിടെ പണി കഴിഞ്ഞപ്പോൾ കൊച്ചിനോടെ കാണണമെന്നും പറഞ്ഞു. അങ്ങനെ അന്ന് രാവിലെ തന്നെ അവിടെ നേരം വെളുത്തപ്പോൾ ഞാൻ ജോലിക്ക് പോയ സമയം കൊണ്ട് അവളെ ഇറങ്ങി വീട്ടിൽ നിന്ന് കൊച്ചിനെ കൊണ്ട് നേരെ ഞാൻ എന്നിട്ട് അവളെ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ഭാഗമെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ വരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞു. ഈ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ പിന്നെ ഈ അന്ന് നടന്ന സംഭവത്തിലേക്ക് നയിക്കാൻ കാര്യം എന്താണ്? നയിക്കും കാരണം നിങ്ങൾ വാടക വീട്ടിലേക്ക് മാറി. അതിനുശേഷം ഞാൻ രാവിലെ ജോലി കേസായിട്ട് ഞാൻ പോകാമെന്ന് ഞാൻ അതൊന്ന് റെഡിയാവാൻ വേണ്ടി ഒന്ന് റെഡിയായി കിട്ടിയ മാറി നിന്ന് ജോലി ചെയ്തിട്ട് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടയ്ക്കാൻ വേണ്ടി അങ്ങനെയാണ് ഞാൻ പോകാൻ വേണ്ടി നിന്നത്. ഇത് പോയ ടൈമിലാണ് ഇവിടെ എന്നെ വിളിച്ച്, ഞാൻ ഫോൺ എടുത്തില്ല. ആദ്യമൊക്കെ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത്, പിന്നെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല, സൈഡിലേക്ക് വെച്ച്. ഇവിടെ ഇതപ്പോൾ എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ അയച്ചു തന്നു. ആ സമയത്ത് എൻ്റെ ഫോണ് ഫോട്ടോ അയച്ചു തന്നെ അവള് കിടക്കണ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. കിടക്കണ ഫോട്ടോയും പിന്നെ ഒരു കസാരയുടെ ഫോട്ടോയും കയറി നിന്ന് ചെയ്യാനുള്ള ഇത്. അങ്ങനെ വോയിസും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്നെ കൊച്ചിനെ വേണമെങ്കിൽ ഇവിടെ വരണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വരുമ്പോൾ എന്നെ ഇവിടെ കാണത്തില്ല, കൊച്ചിനെ മാത്രമേ കാണത്തുള്ളൂ. ഞാൻ തമാശയായിട്ട് ഞാൻ വിചാരിച്ച് ഇതിന് ചെയ്യൂ എന്നൊരു പേടി കാരണം ഞാൻ അപ്പോഴൊക്കെ കേട്ടോണ്ട് ഞാൻ ഓടയിരുന്നായിരുന്നു വണ്ടി എടുത്തുകൊണ്ട്. അവൾ മൂലയിൽ സൈഡിൽ തൂങ്ങി നിൽക്കുന്നത്. കൊച്ചിൻ്റെ അവിടെ അടുത്തേക്കുന്നു. കൊച്ചിനെ ഉറക്കി കിടത്തിലാണ് ഇത് ചെയ്യണത്. അതിന് നേരത്തെ കൊച്ചു ഉറങ്ങണ ഫോട്ടോ വരെ ഗ്രൂപ്പിലിട്ട്. നമുക്കൊരു ഫാമിലി ഗ്രൂപ്പുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല മരിച്ചാൽ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തമാശയ്ക്ക് വേണ്ടി കാണിക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ കാൽ രണ്ടും കൂട്ടിപ്പിടിച്ച് പെട്ടെന്ന് എടുക്കുകയാണ് ചെയ്തത്. തൂക്കിയെടുത്ത് ഒരു കണ്ട് ഞാൻ പെട്ടെന്ന് കെട്ടെടുത്ത് ഞാൻ കെട്ടെടുത്തിട്ട് ഞാൻ ഒരുപാട് നോക്കി, ശ്വാസമൊക്കെ കൊടുത്തിട്ട് ഇല്ല. അതിന് മുമ്പേ അന്നൊരു അന്ന് കേസ് കൂടെ കൊടുത്തത് എനിക്കെതിരെയാണ് കേസ് കൊടുത്തിരുന്നത്. എനിക്കും എൻ്റെ അമ്മയ്ക്കും എതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അവളെ വെച്ച് അവളെന്നെ കൊടുത്തത് അന്ന് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ അല്ലാതെ മുമ്പൊരു ചെറിയൊരു ഉടക്ക് പന്തിരി പണക്കത്തിൽ അങ്ങനെ സംഭവമായി. അന്ന് അവളെ ഞാൻ കേസ് കൊടുത്തിരുന്നത് ഞാൻ സീറ്റിട്ട് അവളെ തലയ്ക്കടിച്ചെന്നും പറഞ്ഞാണ്. അത് ഇന്നലെ സ്റ്റേഷൻ ചെന്നപ്പോൾ എടുത്ത് ചോദിച്ചു. വിളിച്ചു ചേർത്ത് സംസാരിച്ച് പറഞ്ഞു വിട്ടതല്ലേ? അത് പറഞ്ഞ് സംസാരിച്ച് അന്ന് അവൾ ആരെ കല്യാണം തെറ്റാണ്. ഭാര്യ ഉപദ്രവിക്കാറുണ്ടായിരുന്നു? ഇല്ല. എന്തെങ്കിലും ദേഷ്യം വന്ന് വൈകിട്ടൊക്കെ ഇച്ചിരി
രണ്ടെണ്ണമൊക്കെ വീശിയിട്ട് വന്നിട്ട് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഇതിന് മുമ്പ് ഒരു ദിവസം കയറി ചെയ്തിട്ടുണ്ട്. അന്ന് എൻ്റെ അമ്മയാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് എത്ര 1 മാസം കൊണ്ട് കഴിയുമ്പോഴാണ് പറയണത്. അപ്പം നിങ്ങൾ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്? സ്നേഹിക്കുന്നില്ല. അല്ല, അല്ലാതാണ് കല്യാണം കഴിച്ചത്. ഇവിടെ വന്ന് ഈ ശ്രീവിദ്യയുടെ വീട്ടുകാർ നിങ്ങളുടെ വീട്ടുകാർ ആലോചിച്ചാണ് കല്യാണം നടത്തിയത്? എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള കല്യാണം തന്നെ ആയിരുന്നു? എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ്. നിശ്ചയമൊക്കെ നടന്ന് ഇവിടെ വെച്ചാണ് നിശ്ചയം നടന്നത്. നിശ്ചയം വരെ നടന്നു. പിന്നെ കല്യാണം ടൈമൊക്കെ ആയപ്പം അവൾ തന്നെ പറഞ്ഞു എന്നെ ഒന്ന് വിളിച്ചോണ്ട് പോകുന്നു. അങ്ങനെ വിളിച്ചോണ്ട് പോകാന്ന് ചെയ്തത്? എന്താണ് അങ്ങനെ കാര്യം വന്നത്? അത് ഇവിടെ അവളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എനിക്ക് എപ്പോഴും എന്നെ മർദ്ദനം അത് ഇത് എന്ന് പറഞ്ഞാൽ ഞാനും കണ്ടിട്ടുണ്ട്. അവളെ നിശ്ചയം കഴിഞ്ഞ ടൈമിൽ ഞാൻ ഇവിടെ സംസാരിക്കുന്നപ്പോൾ അവളെ അടിക്കുന്നത് ഞാൻ. അതെന്തിനാണോ നിശ്ചയം കഴിഞ്ഞിട്ട് പെങ്കൊച്ചിനെ അടിക്കേണ്ട ആവശ്യമുണ്ടോ? അതെനിക്കറിയത്തില്ല. അത് വീട്ടിലെടുത്ത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഭർത്താവിൽ ഭാര്യയ്ക്ക് സംശയമല്ലോ ഉണ്ടായിരുന്നു പല രീതിയിലും. നിങ്ങൾക്ക് തിരിച്ചോ? എനിക്കില്ലായിരുന്നു. അവള് പറയണത് പറഞ്ഞാൽ എന്നെ സംശയ രോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എപ്പോഴും അവള് വേണം. ഇപ്പോൾ ശ്രീവിദ്യയുടെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിരന്തരമായി പിന്നെ ശ്രീവിദ്യ ഉപദ്രവിക്കാറുണ്ടെന്നൊരു ആരോപണം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ മരണത്തിലേക്ക് പോയതെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം പോലീസ് നിങ്ങളെ വിളിച്ച് എന്തെങ്കിലും ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ? ഇന്നലെ ചെയ്തായിരുന്നു. ഇന്നലെ എന്നെ വിളിച്ച് ഇന്നലെ വൈകിട്ട് ഞാൻ പോയായിരുന്നു. അപ്പോൾ ഈ പോലീസിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മൊഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വിധത്തിൽ. പിന്നെ ഇനിയുള്ള ജീവിതമൊക്കെ ഏത് രീതി ഇപ്പോൾ കുഞ്ഞിനെ വളർത്തണം. അപ്പോൾ എന്താണ് നിങ്ങൾ? അന്ന് പോലീസ് വിളിച്ച സമയത്ത് ഇത് ഒത്തുതീർപ്പാക്കി എന്നെ വിട്ടാണ്. ഒത്തുതീർപ്പാക്കി എല്ലാം കഴിഞ്ഞിട്ട് വിട്ടിട്ട് അവൾ വെളി ഇറങ്ങിയിട്ട് അവൾ തിരിച്ച് അവൾ എനിക്കെതിരെ കേസ് എഴുതി കൊടുത്തിട്ടാണ് അവളവിടെ പറഞ്ഞത്. ഈ കേസ് എഴുതുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇത് അറിഞ്ഞില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ എഴുതി നോക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താ കേസാണ് എഴുതിയത്? ഞാൻ അവളെ നിരന്തരമായ മർദ്ദനം, പിന്നെ പീഡനം, പിന്നെ അവളെ തലയ്ക്കടിച്ചെന്നും പറഞ്ഞു. ഭർത്താവിനെ നിർത്തിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ എന്തെങ്കിലും കാണത്തില്ലേ ഇതിനകത്ത്? അതാണ് എനിക്കും മനസ്സിലാകാത്ത. അതെന്ത് കാരണം? നിങ്ങളെ നിർത്തിക്കൊണ്ടാണ്. അവർ വേറെ കള്ളത്തരം പറയുന്നില്ല. ഭർത്താവ് നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു പരാതി എഴുതി കൊടുക്കുന്നത്. എന്നെ നിരന്തരമായി മർദ്ദിക്കുന്നു എന്നൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിച്ചില്ലേ ശ്രീവിദ്യയുടെ അടുത്ത് ഞാൻ എന്താണ് നിന്നെ ശല്യപ്പെടുത്തിയതല്ല ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതാരെങ്കിലും പ്രേരണ കൊണ്ട് എഴുതി കൊടുത്തതാണോ? അന്ന് എഴുതുന്ന സമയത്ത് അവളെ അമ്മയും അവൾ ഇവിടെ മുന്നാണ് എഴുതുന്നത്. എനിക്ക് സ്നേഹിക്കാനും ഞാൻ പഠിച്ചിട്ടുള്ളായിരുന്നു. സ്നേഹിക്കാൻ മാത്രമേ എനിക്ക് അറിയാവൂ. അല്ല ഒരാളെ ഞാൻ വെറുത്തിട്ട് ഞാൻ അങ്ങനെ നടക്കാൻ നോക്കി. നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു. അതെല്ലാം കൂടെ എനിക്ക് തന്ന ശിക്ഷയാണ് എനിക്ക്. ഞാൻ എല്ലാവരും സ്നേഹിച്ചതിൻ്റെ ശിക്ഷ. കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവളെ എന്നെ കെട്ടിച്ചേരുന്ന സമയത്ത് ഞാനാണ് വിളിച്ച് ചോദിക്കണത്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഷയത്തിനാണ് ഇത് ബന്ധം മാറിപ്പോയതിനു ശേഷമാണ് പിന്നെ അച്ഛനൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛൻ പറഞ്ഞ് ഇവിടെ നിന്നെക്കൊണ്ട് പറ്റുമെന്ന് വെച്ച് ഒരു പെണ്ണിൻ്റെ ദുഃഖം കണ്ടിട്ടാണ് ഞാൻ അവളെ കെട്ടണത്. അതെന്തായിരുന്നു സംഭവം? അത് അളിയനായിട്ട് ബന്ധമുണ്ട്. അളിയനായിട്ടാണ് ഇത് കല്യാണം നടത്തിയത്. ആലോചിച്ചത്. ഇപ്പം മുതൽ ടൈമൊക്കെ ആകുമ്പോൾ അളിയനൊരു ലൈൻ ഉണ്ടായിരുന്നു. ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണായിട്ട് അപ്പോൾ അന്ന് എന്താ കണ്ട് ഇവിടെ വന്ന് ഞാനുണ്ടായിരുന്നു. ഇവിടെ വന്ന സമയത്ത് ഇവിടെ വന്ന് നമ്മൾ മോതിരത്തിൻ്റെ അളവ് എടുത്ത് കൊടുത്തിട്ട് പോകുന്ന ടൈമിലായിരുന്നു. അന്നാണ് ഈ വിഷയം ഉണ്ടായത്. വിഷയം അതിൻ്റെ അന്ന് രാത്രി വിളിച്ച് പറഞ്ഞ് എനിക്കിതിനോട് താല്പര്യമില്ല, എന്നെ വിടാൻ പറഞ്ഞു. അത് നിങ്ങളെ വീട്ടുകാരല്ലോ അല്ലേ? വീട്ടുകാരാണ് ഇത് അളിയന് ആലോചിക്കുന്നത്. എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛനാണ് ഇത് കൊണ്ടുവരുന്നത്. ആ ടൈമിൽ എൻ്റെ അച്ഛനെ കൊണ്ടുവന്നത്. അങ്ങനെ ആലോചന നിങ്ങളിലേക്ക് എത്തി. ഒരു പെൺകൊച്ചിന്റെ കണ്ണുനീര് കാണാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ തീരുമാനിക്കുന്നു. ആ അച്ഛൻ്റെ ഒരു പിന്നെ എന്താ പറഞ്ഞ ഒരു മാനസികമായിട്ട് കാരണമാണ് ശ്രീവിദ്യ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും സന്തോഷപൂർവ്വം അല്ലേ? അച്ഛൻ നിർബന്ധിച്ചോണ്ടൊന്നും അല്ലല്ലോ ശ്രീവിദ്യ വിവാഹം കഴിച്ചത്. ഞാനങ്ങനെ അപ്പം തന്നെ ഞാൻ വിളിച്ച് അന്ന് രാത്രി തന്നെ ഞാൻ അവളെ വിളിച്ച് ചോദിച്ചു എനിക്ക് ഇന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കെട്ടാന്ന് പറഞ്ഞു. നിനക്ക് താല്പര്യമാണ്, എനിക്ക് താല്പര്യമാണ്. അപ്പോൾ പറഞ്ഞു എനിക്കും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എല്ലാവരും എൻ്റെ വീട്ടിലെല്ലാം വന്നാണ് ഇവിടെ നിന്ന് ആലോചിക്കണത്. എല്ലാവരും മുന്നിൽ ഇരുത്തണം, എല്ലാവരും പറഞ്ഞ് ആലോചിക്കണം. അപ്പോഴും അവരെന്നെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ആ വിഭാഗമാണ് ഇത്തരത്തിലേക്ക് ഏറ്റവും അവസാനം എത്തിച്ചേർന്നത് അല്ലേ?